ഗുരുവായൂരമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും, ഗോപകുമാരനെ കാണും. ഈ പാട്ടെഴുതിയത് വയലാറാണ്. വയലാർ ഈ പാട്ടെഴുതിയത് ഗാനഗന്ധർവൻ യേശുദാസിന് വേണ്ടിയാണ്. യേശുദാസിനെ ഗുരുവായൂരിൽ ഇതുവരെ കയറ്റിയിട്ടില്ല. യേശുദാസ് അഹിന്ദു ആയതുകൊണ്ടാണ് ഗുരുവായൂരിൽ കയറ്റാത്തത്. ഈ സന്ദർഭത്തിൽ യേശുദാസിന് വേണ്ടി വയലാർ എഴുതിയ ഗാനമാണ് ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും, ഗോപകുമാരനെ കാണും എന്ന് തുടങ്ങുന്ന മനോഹരമായ ഗാനം. അങ്ങനെ യേശുദാസിന് വേണ്ടി ഗാനമെഴുതിയ വയലാറിനോട് യേശുദാസ് കാണിച്ച ഒരു നന്ദികേടിൻ്റെ കഥയാണ് സിനിമാ കേരള പറയുന്നത്. വയലാർ മലയാളത്തിലെ ജനകീയ കവിയായിരുന്നു. ജനകീയ കവി എന്ന് തന്നെ പറയാം. വയലാർ മരിച്ചപ്പോൾ തടിച്ചുകൂടിയ ജനങ്ങൾ അതിന് സാക്ഷ്യപത്രം നൽകി. 1975 വയലാറിൻ്റെ മരണം. അപ്രതീക്ഷിതമായ മരണം എന്ന് വേണമെങ്കിൽ പറയാം. ജീവിതം ആഘോഷിച്ചു വയലാർ, കവിത ആഘോഷിച്ചു വയലാർ. വയലാറിൻ്റെ കവിതകളെപ്പറ്റി ഇതുവരയ്ക്കും നല്ലൊരു പഠനം വന്നിട്ടില്ല എന്നുള്ളത് വളരെ സങ്കടകരമാണ്. വയലാറിൻ്റെ വിപ്ലവ കവിതകളാണ് കൂടുതലും ആൾക്കാർ ശ്രദ്ധിക്കുന്നത്. അതേസമയം അല്ലാത്ത ഒരുപാട് കവിതകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം എഴുതിയ ഓരോ സിനിമാ ഗാനവും ഓരോ കവിതയാണ്. വയലാറിന് മാത്രമേ ഈ ഒരു പെരുമയുള്ളൂ, ഈ ഒരു സിദ്ധിയുള്ളൂ. ONV-യും P. ഭാസ്കരനും ശ്രീകുമാരൻ തമ്പിയും യൂസഫ് അലി കച്ചേരിയും ഒക്കെ നല്ല കവികളാണ്. പക്ഷേ അവരാരും വയലാറിൻ്റെ ഏഴകലത്ത് എത്തില്ല സിനിമാ ഗാനത്തിൽ. വയലാർ മരിച്ചപ്പോൾ കേരളം ഒന്നാകെ വിറങ്ങലിച്ചു നിന്നു ആ കവിയുടെ വിയോഗത്തിൽ. വയലാർ മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബം ദാരിദ്ര്യാവസ്ഥയിലായിരുന്നു. വയലാർ കിട്ടുന്നതെല്ലാം തൻ്റെ സുഖത്തിനായി, അല്ലെങ്കിൽ മദ്യത്തിനും മറ്റ് മദ്യത്തിനായി വിനിയോഗിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. വയലാർ മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബം സാമ്പത്തികമായി വലിയ ഞെരുക്കത്തിലായിരുന്നു. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന C. അച്യുതമേനോൻ വയലാറിന് വേണ്ടി ഫണ്ട് പിരിക്കാൻ ഇറങ്ങി. ഒരു മുഖ്യമന്ത്രി ഒരു കവിക്ക് വേണ്ടി ഫണ്ട് പിരിക്കാൻ മുന്നിട്ട് ഇറങ്ങുക. കേരളമാകെ വലിയ തോതിൽ വയലാറിന് പണം നൽകി, വയലാർ ഫണ്ടിലേക്ക് പണം നൽകി. അന്നത്തെ കാലത്ത് 5 ലക്ഷം രൂപയാണ് പിരിഞ്ഞു കിട്ടിയത്. അന്നത്തെ കാലം 1975 ഓർക്കണം. 5 ലക്ഷത്തോളം രൂപയാണ് മലയാളികൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി നൽകിയത്. പക്ഷേ ഒരാൾ മാത്രം പണം നൽകിയില്ല, ഗാനഗന്ധർവൻ യേശുദാസിനോട് പണം ചോദിച്ച് ചെന്നവരോട് യേശുദാസ് പറഞ്ഞത്, കള്ളു കുടിച്ച് കരൾ തകർന്ന് മരിച്ചവന് ഞാനെന്തിന് പണം നൽകണം എന്നാണ്. കള്ളു കുടിച്ച് കരൾ തകർന്ന് മരിച്ചവന് ഞാനെന്തിന് പണം നൽകണം? ഒരു മനുഷ്യന് ഇങ്ങനെ പറയാൻ പറ്റുമോ? യേശുദാസ് അസാധ്യനായ ഗായകനാണ്, ലോകമറിയപ്പെടുന്ന ഗായകനാണ്. വയലാറാകട്ടെ കേരളത്തിൻ്റെ കണ്ണദാസനാണ്. പക്ഷേ വയലാർ അകാലത്തിൽ മരണമടഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ഡയലോഗാണ് യേശുദാസിൽ നിന്ന് വീണത്. ഗാനഗന്ധർവൻ യേശുദാസ് പൈസ കൊടുത്തില്ലെങ്കിലും കേരളത്തിലെ ജനങ്ങൾ, തൊഴിലാളികൾ, മുതലാളികൾ ഒക്കെ പണം നൽകി വയലാറിൻ്റെ കുടുംബത്തിന്. ആ പണം കൊണ്ട് വയലാറിൻ്റെ കുടുംബം അതിജീവിച്ചു. C. അച്യുതമേനോൻ്റെ ആ ഒരു നിയോഗം, C. അച്യുതമേനോൻ ഏറ്റെടുത്ത ആ ഒരു നിയോഗം ചരിത്രമാണ്. ഒരു മുഖ്യമന്ത്രിയും ഒരു കവിക്ക് വേണ്ടി പണം പിരിക്കാൻ ഇറങ്ങിയിട്ടില്ല. അച്യുതമേനോൻ മുണ്ട് മടത്തിക്കുത്തി ഇറങ്ങി. അതാണ് അച്യുതമേനോൻ്റെ മഹത്വം. വയലാറിൻ്റെ മഹത്വമോ, ചെന്നിടത്തെല്ലാം തൊഴിലാളികൾ അവരുടെ കൂലിയുടെ ഒരു വിഹിതം നൽകി വയലാറിൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി. അത്രയ്ക്ക് വികാരമായിരുന്നു മലയാളികൾക്ക് വയലാർ. വയലാറിൻ്റെ വയലാറിൻ്റെ കവിതകൾ പഠിച്ചിട്ടുള്ളവർ അദ്ദേഹത്തിൻ്റെ
മാനവികത അദ്ദേഹത്തിൻ്റെ മാനവിക ദർശനം എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടാകും. മതത്തിനും ജാതിക്കും സമൂഹത്തിനും സമുദായത്തിനും ഒക്കെ പ്രകാശം പരത്തുന്ന കവിതകളാണ് വയലാർ എഴുതിയത്. അദ്ദേഹത്തിൻ്റെ ആത്മാവിലൊലിച്ചത് അദ്ദേഹത്തിൻ്റെ അച്ഛനെക്കുറിച്ചുള്ള കവിതയാണ്. ആ കവിത മാമ്പഴം പോലെ, വൈലോപ്പള്ളിയുടെ മാമ്പഴം പോലെ വളരെ കണ്ണ് നിറയ്ക്കുന്ന കവിതയാണ്. വായനക്കാരുടെ കണ്ണ് നിറയ്ക്കുന്ന കവിതയാണ്. പറഞ്ഞു വന്നത് യേശുദാസിൻ്റെ തെണ്ടിത്തരം. യേശുദാസ് വയലാറിന് സംഭാവന നൽകിയില്ലെങ്കിലും കേരളത്തിലെ സാധാരണക്കാർ വയലാറിന് സംഭാവന നൽകി. ആ കുടുംബം ഇപ്പോൾ അന്തസ്സായി ജീവിക്കുന്നു.